ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയനുമായി ഇറാൻ നടത്തിയ ജനീവ ചർച്ച അവസാനിച്ചു. പ്രശ്നപരിഹാരത്തിന് ചർച്ചയാകാമെന്ന് ഇറാൻ അറിയിച്ചതായി ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി പറഞ്ഞു. നയതന്ത്ര ചർച്ച തുടരുമെന്ന് യൂറോപ്യൻ യൂണിയൻ നിലപാടെടുത്തു. മുഹമ്മദ് അൻവറാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അൻവർ, ഈ ജനീവ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഉന്നയിച്ചതൊപ്പം ഒരു സമാധാനത്തിനുള്ളൊരു അന്തരീക്ഷം അവിടെ ഉയരുന്നുണ്ടോ? കീർത്തന, 90 മിനിറ്റുകൾക്ക് ശേഷം ജനീവ ചർച്ച അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഈ ജനീവ ചർച്ചയിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർക്കൊപ്പം ഇറാൻ വിദേശകാര്യമന്ത്രിയും പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ 1.5 മണിക്കൂറായി അവിടെ നടന്ന ചർച്ചയിൽ പ്രധാനമായും ഈ ഇറാൻ ഇസ്രായേൽ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകളാണ് ചർച്ച ചെയ്തത്. ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി വ്യക്തമാക്കിയ കാര്യം, ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ ആക്രമണം ഏത് സമയം അവസാനിപ്പിക്കുന്നുവോ ആ സമയം ചർച്ചകൾക്ക്, സംഭാഷണങ്ങൾക്ക് ഇറാൻ ഒരുക്കമാണെന്നായിരുന്നു. ഇപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ഈ ഇവർ തമ്മിലുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷവും ഇറാൻ വിദേശകാര്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയ കാര്യം, ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന കാര്യമാണ് ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ജർമ്മൻ വിദേശകാര്യമന്ത്രിയും അടക്കമുള്ള മറ്റുള്ള നേതാക്കൾ പറയുന്ന കാര്യം, നയതന്ത്ര ചാനലിലൂടെ മാത്രമാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നപരിഹാരത്തിനുള്ള നയതന്ത്ര ചർച്ചകൾ തുടരാൻ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യമാണ് യൂറോപ്യൻ യൂണിയനിലെ മറ്റ് വിദേശകാര്യ മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. അതായത് ഇറാൻ വിദേശകാര്യമന്ത്രി പുറത്ത് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാലേ ചർച്ച ഇറാൻ തയ്യാറുള്ളൂ എന്ന് പറയുമ്പോഴും ബാക്ക്ഡോർ ഡിസ്കഷൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇസ്രായേലും അമേരിക്കയുമായുള്ള സഖ്യരാജ്യങ്ങളാണ്, സുഹൃത്ത് രാജ്യങ്ങളാണ്. അവരുടെ സൗഹൃദം, സഖ്യരാഷ്ട്ര പദവി ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനോടും ഇറാനോടും ഒരുപോലെ ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾക്ക് അവിടെ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരം ചർച്ചകൾ, ബാക്ക്ഡോർ ഡിസ്കഷൻസിനാണ് ഇപ്പോൾ സാധ്യതയുള്ളത്. ആ കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ജനീവ ചർച്ചയുടെ പുതിയ തീരുമാനമായി നമുക്ക് അറിയിക്കാനുള്ളത്. കീർത്തന.